വിവാഹ വാർഷികം. രാവിലെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് ബന്ധപ്പെട്ട ദമ്പതികൾ ദീപയിൽ സംബന്ധിച്ച് ദീപകാരുണ്യം സ്വീകരിക്കുന്നു. അതിനുശേഷം വീട്ടിലെത്തി പ്രാർത്ഥനാമുറിയിൽ സമ്മേളിക്കുന്നു. തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു. വേദപുസ്തകവും വെച്ചിരിക്കണം. കർമ്മങ്ങളുടെ അവസാനം നൽകുന്നതിനുള്ള കേക്ക്, മറ്റു പലഹാരങ്ങൾ, അനുമോദനത്തിനുള്ള പൂച്ചെണ്ടുകൾ മുതലായ ഒരു മേശയിൽ സജ്ജമാക്കിയിരിക്കണം. ഗാനാലാപത്തോടെ തിരുക്കർമ്മം ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ദമ്പതികൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവായ ദൈവമേ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ രീതിയിൽ വിവാഹമെന്ന വിശുദ്ധ കൂദാശയിൽ അങ്ങ് ഞങ്ങളെ ഒന്നിപ്പിച്ചുവല്ലോ. അങ്ങയുടെ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അന്നു മുതൽ ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അമൂല്യമായ ദാനങ്ങൾക്കായി, കുഞ്ഞുങ്ങളെ നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളും പോരായ്മകൾക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങൾ പരസ്പരം ചെയ്തു പോയ തെറ്റുകളെല്ലാം തമ്മിൽ ക്ഷമിക്കുന്നു. മേലിൽ അങ്ങയുടെ തിരുമനസ്സിനൊത്ത വിധം എല്ലായിടത്തും എല്ലായ്പ്പോഴും വ്യാപരിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം ഉറപ്പിക്കുന്നതിനായി ഞങ്ങളുടെ വിവാഹ വാഗ്ദാനം വീണ്ടും ഞങ്ങൾ പുതുക്കുന്നു. വേദപുസ്തകത്തിൽ കൈവച്ചുകൊണ്ട് വിവാഹ വാഗ്ദാനം പുതുക്കുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം പരിശുദ്ധമായ നിമിഷത്തിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയായി ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ സംരക്ഷണയിൽ വളരുമ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നും അവിടുന്ന് അവരെ സംരക്ഷിച്ചു കൊള്ളുമെന്നുള്ള സങ്കീർത്തന ഭാഗം സങ്കീർത്തനം 91 ആവർത്തിക്കാം. അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തന്നിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. ദുഷ്ടന്മാരുടെ കെണിയിൽ നിന്നും വ്യക്തമായ സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് എന്നെ മറച്ചുകൊള്ളും. തൻ്റെ ചിറകുകളുടെ കീഴിൽ അവിടുന്ന് എന്നെ കാത്തുകൊള്ളും. നിൻ്റെ സങ്കേതം കർത്താവാകുന്നു. അത്യുന്നതൻ നിൻ്റെ കോട്ടയാകുന്നു. നിനക്ക് യാതൊരു തിന്മയും വരികയില്ല. ബാധകൾ നിൻ്റെ കൂടാരത്തെ ഉപദ്രവിക്കുകയില്ല. വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ പാദങ്ങളിൽ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിജ്ഞാപനം. കുടുംബജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ പെട്ടുഴലുമ്പോൾ അടിപതറാതെ ദൈവപരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറണമെന്നുള്ള ദിവ്യരക്ഷകൻ്റെ ആഹ്വാനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് ശ്രവിക്കാം. നിങ്ങൾക്ക് സമാധാനം, അങ്ങേക്കും സമാധാനം. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സുവിശേഷം. ഇതാ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ടതില്ല. എന്നാൽ ഭക്ഷണത്തെക്കാളും ജീവൻ ഭക്ഷണത്തെക്കാളും ശരീരം വസ്ത്രത്തെക്കാളും ശ്രേഷ്ഠമാകുന്നു. പക്ഷിജാലങ്ങളെ നിരീക്ഷിക്കുവാൻ അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ പത്താഴമോ അവയ്ക്കില്ല. എങ്കിലും തൻ്റെ അവയെ ദൈവം പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് നിങ്ങൾ. അകുലപ്പെടുന്നതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് ആർക്ക് സാധിക്കും? ഏറ്റവും നിസ്സാരമായതുപോലും ചെയ്യുവാൻ നിങ്ങൾ അശക്തരെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി നിങ്ങൾ ആകുലരാകുന്നു എന്തിന്? ഈശോ തുടർന്ന് അരുളി ചെയ്തു, ലില്ലിച്ചെടികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുവിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നിൽക്കുന്നില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വപ്രതാപത്തിലും
ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്ന് ഇന്ന് വയലിൽ ഉള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അണിയിച്ചൊരുക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയധികമായി അണിയിച്ചൊരുക്കുകയില്ല. എന്ത് ഭക്ഷിക്കുമെന്നും എന്ത് പാനം ചെയ്യുമെന്നും ഓർത്ത് ഉത്കണ്ഠാകുലരാകുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ വിജാതിയിലാണ് ഇവയെക്കുറിച്ച് ഉത്കണ്ഠരാകുന്നത്. നിങ്ങൾക്കുള്ളവയെല്ലാം ആവശ്യമെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ ആദ്യമായി അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, മറ്റുള്ളവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 31 വരെ വാക്യങ്ങളാണ് നമ്മൾ കേട്ടത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ ഈ ദമ്പതികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഈ ദമ്പതികളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുവാൻ കർത്താവേ ഈ ദമ്പതികളെ അനുഗ്രഹിക്കണമേ. ഇവരുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും വർദ്ധിക്കുവാൻ കർത്താവേ ഈ ദമ്പതികളെ അനുഗ്രഹിക്കണമേ. ആയുരാരോഗ്യങ്ങളാലും സുഹൃസമ്പത്തിനാലും അവർ ധന്യരാകുവാൻ കർത്താവേ ഈ ദമ്പതികളെ അനുഗ്രഹിക്കണമേ. സങ്കടങ്ങളിലും ക്ലേശങ്ങളിലും സമാധാനം കൈവടിയാതെ പ്രത്യാശയോടെ മുന്നേറുവാൻ കർത്താവേ ഈ ദമ്പതികളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, വിവാഹമതത്തിൽ ഇവരെ ഒന്നിപ്പിച്ച അങ്ങ് ഇവർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളം നൽകണമേ. നസ്രത്തിലെ തിരുകുടുംബത്തിൽ വിളങ്ങിയ പരസ്പര ധാരണയും സ്നേഹവും ഇവരുടെ കുടുംബത്തിലും വളരട്ടെ. മക്കളിൽ നിന്നും സ്നേഹിതരിൽ നിന്നും ഇവർക്ക് സൗഭാഗ്യം ലഭിക്കട്ടെ. വിവാഹബന്ധത്തിൽ ഇവരെ ഒന്നിപ്പിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. തുടർന്ന് പൂച്ചെണ്ടുകൾ നൽകുന്നു, ദമ്പതികളെ അനുമോദിക്കുന്നു, കേക്ക് മറ്റ് പലഹാരങ്ങളും വിതരണം ചെയ്യുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.